വാഹനാദി വിഷയങ്ങളിലെ അഭിവൃദ്ധി ഉണ്ടാകുന്നതും ആഭരണാദി വസ്ത്രാദി വിഷയങ്ങളിലൊക്കെ ലാഭം ഉണ്ടാകുന്നതും അതോടൊപ്പം കർമ്മ മേഖലയിൽ പുരോഗതി ഏതാണ്ട് ഒരു വർഷ കാലഘട്ടത്തോളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സുവർണ അവസരം വരാൻ വേണ്ടി പോകും. ഇതിൽപ്പെട്ടതായ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മുകളിൽ പറഞ്ഞ എല്ലാ അഭിവൃദ്ധികളും ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. കമന്റ് ചെയ്താൽ മതിയാവും. അവരുടെ പേരിൽ അർച്ചനയും പുഷ്പാഞ്ജലിയും ഇവിടെ നടത്തുന്നത്. നമസ്കാരം. 2026 ജൂൺ 2-ാം തീയതി വ്യാഴം രാശി മാറിയിട്ട് ഉച്ചരാശിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. എങ്കിൽ തന്നെ അധികം വൈകാതെ ജൂലൈ 17-ാം തീയതിയോടുകൂടി ഈ കർക്കടകൻ രാശിയിൽ ഉച്ചസ്ഥിതനായ ആ വ്യാഴത്തിന് മൗഢ്യം സംഭവിക്കുക. ഒരു ഗ്രഹത്തിന് മൗഢ്യം എന്നുള്ളത് അതിന് വേണ്ടതുപോലെ ഫലദാതാവാൻ സാധിക്കാത്ത ഒരു സന്ദർഭം വരിക, അതിൻ്റെ ഒരു പ്രകാശത്തിന് ഒരു മങ്ങലേക്കുക, അങ്ങനെയുള്ള ആ കഴിവിനെ ഒന്ന് ചുരുങ്ങുക, കഴിവിനൊക്കെ ഒരു ചുരുക്കം ഉണ്ടാവുക എന്നുള്ളതാണ് മൗഢ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂര്യൻ ആ ഗ്രഹത്തിനടുത്തേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു മൗഢ്യം ആരംഭിക്കുന്നതെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളെ പോലെയല്ല വ്യാഴം എന്നുള്ളത് സർവേശ്വരകാരകനായ ഈ ബൃഹത്തായ വ്യാഴത്തെ ഈ മൗഢ്യം അത്ര കണ്ട് ബാധിക്കില്ല എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. എങ്കിൽ പൊതുവെ ഏറ്റവും മികച്ച ഗുണദാതാവായ ഈ വ്യാഴത്തെ സംബന്ധിച്ച് നീചമെന്നോ ഉച്ചമെന്നോ അതിലുപരി ഈ മൗഢ്യം എന്നുള്ളത് പോലും അത്രയധികം ദോഷഫലത്തെയല്ല നൽകുക എന്നുള്ളതാണ് പറയാനുള്ളത്. അത്തരത്തിൽ ഈ വ്യാഴത്തിന്റെ ഒരു മൗഢ്യ കാലഘട്ടം ജൂലൈ 17 മുതൽ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സമ്പത്ത് കൊണ്ടും ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതും വാഹനാദി വിഷയങ്ങളിലെ അഭിവൃദ്ധി ഉണ്ടാകുന്നതും ആഭരണാദി വസ്ത്രാദി വിഷയങ്ങളിലൊക്കെ ലാഭം ഉണ്ടാകുന്നതും അതോടൊപ്പം കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതും എല്ലാ തടസ്സങ്ങൾ വിട്ടുമാറുന്നതുമായ ആൾക്കാർ ഇനി പറയാൻ പോകുന്ന 12 നക്ഷത്രക്കാരാണ്. അതിന് കാരണം വ്യാഴത്തിന്റെ സ്ഥിതി നീചമാണെങ്കിലും മൗഢ്യമാണെങ്കിലും വ്യാഴത്തിന്റെ ദൃഷ്ടി എന്നുള്ളത് വ്യാഴത്തിന് ഏറ്റവും കൂടുതൽ ഫലത്തെ നൽകുന്നതാണ്. ആ വ്യാഴത്തിന്റെ സാന്നിധ്യം പോലെ തന്നെ അനുഭവിക്കപ്പെടുന്നതാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ആ നീചരാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ലഗ്നത്തിലേക്കും അതോടൊപ്പം 5-ാം ഭാവത്തിലേക്കും 7-ാം ഭാവത്തിലേക്കും 9-ാം ഭാവത്തിലേക്കും, അതായത് കർക്കടകൻ രാശിയിലേക്കും വൃശ്ചികൻ രാശിയിലേക്കും മകരൻ രാശിയിലേക്കും മീനൻ രാശിയിലേക്കും ദൃഷ്ടി ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, ആദ്യം തന്നെ കർക്കിടകക്കൂറിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വ്യാഴത്തിന്റെ ഒരു ദൃഷ്ടി കൊണ്ട് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു മഹാഭാഗ്യമാണ്. 12-ലധികം വർഷമായിട്ട് കിട്ടുന്ന ഒരു മഹാഭാഗ്യ സ്ഥിതിയാണ് ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി വരുമ്പോൾ. സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവും, അകാരണമായ ക്ലേശങ്ങൾ വിട്ടുമാറും. ദീർഘനാളായി കൊണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പല ക്രയവിക്രയ ക്ലേശങ്ങളും നേരെയാവാനുള്ള ഒരു കാലഘട്ടമാണ്. മുഖ്യമായി സാമ്പത്തികമായി കുറേ നാളുകളായിട്ടുള്ള അലട്ടലും മാനസിക ക്ലേശവും വിട്ടുമാറുന്നതാണ് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച്. അതിലുപരിയായി വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും വിദേശത്ത് ജോലിയിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും വളരെയധികം മാറ്റം വരാൻ വേണ്ടി പോവുകയാണ്. 2-ാം ഭാവത്തിൽ ശുക്രനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണഫലം സാമ്പത്തിക പുരോഗതി ഉണ്ടാവുന്ന കാലഘട്ടം. ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 9-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു കർക്കിടകക്കൂറുകാർക്ക്. അത് അവരെ സംബന്ധിച്ച് വളരെയധികം അനുകൂല അവസ്ഥയാണ്. കർമ്മമേഖലയിലുള്ള പുരോഗതിയും ഭാഗ്യങ്ങൾ കിട്ടുന്നതിനും അതോടൊപ്പം തന്നെ പൂർവികമായ ഒരു സുഹൃതം അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം വിവാഹാദി മംഗളകാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും. അതോടൊപ്പം പ്രണയ ജീവിതത്തിലും വളരെയധികം സന്തോഷത്തോടുകൂടി നീങ്ങാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഏറ്റവും കൂടുതൽ അനുകൂലമാണ്. ആ ആത്മപ്രഭാവത്തോടുകൂടി കർക്കടകൻ രാശിയിലെ മൗഢ്യം സംഭവിക്കുമ്പോഴും ആദിത്യന്റെ ഒരു സ്ഥിതി കൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ആ അലസത വിട്ടുമാറി ഉത്സാഹത്തോട് നീങ്ങാൻ കർക്കിടകക്കൂറുകാർക്ക് ഈ ഒരു ജൂലൈ 17 മുതൽ സാധിക്കുന്നതാണ്. വളരെ അപൂർവപ്പെട്ട നാളുകളാണ് ഏതാണ്ട് ഒരു മാസം നിങ്ങൾക്ക് കിട്ടുക. പിന്നെ ഈ കർക്കിടകക്കൂറിൽ സംഭവിച്ച ഈ ഒരു മൗഢ്യത്തിന്റെ ഫലം എന്നുള്ളത് വ്യാഴത്തിന്റെ മൗഢ്യത്തിന് മാത്രം ഒരു ഫലം പറയുന്നു. വ്യാഴ മൗഢ്യ സമയത്ത് സംഭവിച്ച ഗുണങ്ങൾ ഏതാണ്ട് ഒരു വർഷ കാലഘട്ടത്തോളം. ആ ഒരു മൗഢ്യം ഇനി സംഭവിക്കണമെങ്കിൽ ഒരു വർഷം കാത്തിരിക്കണം നമുക്ക്. അത്രയും നാളാണ് ഈ ഒരു ഭാഗ്യം നിലനിൽക്കുക എന്നുള്ളൊരു അതിവിശേഷമാണ് വ്യാഴത്തിന്റെ മൗഢ്യത്തിന് മാത്രം മൗഢ്യഫലത്തിന് പറയുക. അങ്ങനെയെങ്കിൽ പിന്നീട് ഈ ഒരു അനുഭവത്തെ നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കുന്ന കൂറുകാരാണ് വൃശ്ചികക്കൂറ്. ആ വൃശ്ചികക്കൂറിൽ പെട്ടിട്ടുള്ള വിശാഖം മനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം മഹാഭാഗ്യമാണ്. അവരെ സംബന്ധിച്ച് ഈ ഒരു 9-ാം ഭാവത്തിലുള്ള ഈ ഒരു വ്യാഴത്തിന്റെ സ്ഥിതി എന്നുള്ളത് ഏറ്റവും അധികം ആപത്തുകളിൽ നിന്നുള്ള ക്ലേശങ്ങളെ ഒഴിവാക്കുന്നു. അവരെ സംബന്ധിച്ച് ധനാഭിവൃദ്ധി ഉണ്ടാകുന്നു. തീരുമാനങ്ങൾ സുസ്ഥിരമായി സ്വീകരിക്കാൻ സാധിക്കണം. കുറേ നാളുകളായി തീരുമാനിക്കാൻ പറ്റാത്ത പല സംഗതികളും
അവരുടെ ജീവിതത്തിൽ തീരുമാനം കൈക്കൊള്ളുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ വൃശ്ചികക്കൂറുകാരുടെ സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. അതോടൊപ്പം തന്നെ രേഖാപരമായ ക്ലേശങ്ങൾ വിട്ടുമാറും. ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലുള്ള വിഷമങ്ങൾ വിട്ടുമാറും. കുറെ നാളുകളായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ബിസിനസ്സുകളാവട്ടെ, പദ്ധതികളാവട്ടെ, ജീവിതത്തിൽ വഴിത്തിരിവാവാൻ പോകുന്ന പല കാര്യങ്ങൾക്കും കുറെ നാളുകളായി കാത്തിരിക്കുന്ന വൃശ്ചികക്കൂറുകാർക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമാണ് ഈ വരുന്ന ഏതാണ്ട് ഒരു മാസ കാലഘട്ടം. നല്ലതുപോലെ പ്രയത്നിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം വിവാഹ ദാമ്പത്യ ക്ലേശങ്ങൾ വിട്ടുമാറും. ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടും എന്നുള്ളതാണ് ഈ വൃശ്ചികക്കൂറുകാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പ്രത്യേകിച്ച് മധ്യവയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ച് ഈ ഒരു വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആരോഗ്യ ക്ലേശങ്ങൾ വിട്ടുമാറി സുഖമായിട്ട് അവർക്ക് ജീവിക്കാനുള്ള ഒരു മനസ്സിനുള്ള ഒരു ആരോഗ്യം കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദേശ യാത്രകൾക്കും ഉപരി പഠനത്തിനും പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചും വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. അത്തരത്തിൽ വൃശ്ചികക്കൂറുകാരുടെ ജീവിതത്തിലും ധാരാളം അഭിവൃദ്ധിയാണ് ഈ ഒരു വ്യാഴത്തിന്റെ മൗഢ്യം എന്നുള്ള ആ ഒരു കാര്യം കൊണ്ട് വരാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം പിന്നീട് ഈ വ്യാഴത്തിന്റെ മൗഢ്യസ്ഥിതിയിലുള്ള ദൃഷ്ടി വന്നു ചേരുന്നത് മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ്. മകരക്കൂറുകാർക്ക് ഇനിയും മഹാഭാഗ്യം വരാൻ വേണ്ടി പോവുകയാണ്. ഏതാണ്ട് ഈ വ്യാഴമൗഢ്യം 17-ാം തീയതി ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന മാസം തന്നെ ജൂലൈ 27, 28 കൂടിയിട്ട് ശനി വക്രസഞ്ചാരം ആരംഭിക്കുകയാണ്. അതോടുകൂടി തന്നെ അവരുടെ ശനിയെ കൊണ്ടുള്ള ദോഷങ്ങൾ ഏതാണ്ട് കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. അത്തരത്തിൽ ഇനി വരുന്ന ഒരു മാസം വളരെ കരുതലോടുകൂടി ദൈവീകമായി ചിന്തിച്ച് ധാർമ്മികമായി നീങ്ങാൻ സാധിക്കണം. മകരക്കൂറുകാരെ സംബന്ധിച്ച് മാനസികമായ ഒരു ഉന്മേഷം ഉണ്ടാവുന്ന കാലഘട്ടമാണ്. സാമ്പത്തികമായ ക്ലേശങ്ങളും ബാധ്യതകളും വിട്ടുമാറുന്നതാണ്. അതോടൊപ്പം രേഖാപരമായ ക്ലേശങ്ങൾ വിട്ടുമാറും. സന്താനങ്ങളുടെ കാര്യത്തിൽ സമാധാനം ഉണ്ടാവും. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ, അതോടൊപ്പം സന്താനങ്ങളുടെ പഠന കാര്യങ്ങളിലൊക്കെ വളരെയധികം മതിപ്പ് തോന്നുന്ന ഒരു കാലഘട്ടമായിട്ട് മാറാം. വാഹനാദി ലഭ്യതയാണ് പിന്നീട് മകരക്കൂറുകാർക്ക് കുറെ നാളുകൾക്ക് ശേഷം ലഭിക്കുന്നത്. അതോടൊപ്പം അപ്രതീക്ഷിതമായ ഭാഗ്യപരീക്ഷണങ്ങളിൽ ധനം കൈവശം വരാനുള്ള ഒരു സാധ്യതയുള്ള കാലഘട്ടമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച്. വിവാഹ ജീവിതത്തിൽ അന്വേഷിക്കുന്നവർക്കും വിവാഹത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടിയ സമയമാണ്. അതോടൊപ്പം പ്രണയിതാക്കളെ സംബന്ധിച്ചും നല്ലതുപോലെ ചേർന്നു പോകാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് മകരക്കൂറുകാർക്ക്. ഈ ശനിയുടെ വക്രത്തെ ചേർത്ത് വെക്കാൻ വേണ്ടി, അതിൻ്റെ അനുകൂലത്തെ ചേർത്ത് വെക്കാൻ ശനിക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജനം ചെയ്യാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ ഈ വ്യാഴത്തിൻ്റെ മൗഢ്യകാലം അത്രയും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അതോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു നക്ഷത്രക്കാരെ സംബന്ധിച്ച്. പിന്നീട് ഈ വ്യാഴത്തിൻ്റെ മൗഢ്യം എന്നുള്ളതിൻ്റെ ആ ദൃഷ്ടി, വ്യാഴദൃഷ്ടി കൊണ്ട് ഇനി രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നത് ഏറ്റവും കൂടുതൽ മീനക്കൂറിൽപ്പെട്ട ആൾക്കാരാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ ഒരു മാസകാലഘട്ടം വ്യാഴമൗഢ്യം കൊണ്ടുണ്ടാവുന്ന ആ ഒരു അനുകൂലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമായ വമ്പിച്ച പുരോഗതി അവർക്കുണ്ടാവും. പ്രത്യേകിച്ച് ആ ശനിയുടെ വക്രം ആരംഭിക്കുന്നതോടുകൂടി ആ ജന്മശനിയുടെ ദോഷം വളരെയധികം കാഠിന്യം കുറഞ്ഞു വരും. അതോടൊപ്പം അവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി ചെയ്യുമ്പോൾ വിചാരിച്ചതിൽ ഇരട്ടി ലാഭം ജീവിതത്തിൽ വരുത്താൻ വേണ്ടി സാധിക്കും. എല്ലാ കാര്യത്തിലും ഒരു സമ്പത്ത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അത് ബുദ്ധിയിലാവട്ടെ, തേജസ്സാവട്ടെ, പ്രഭാവം ആവട്ടെ, പൗരുഷം ആവട്ടെ, ബലം ആവട്ടെ, ഇതിലൊക്കെ നമ്മുടെ സമ്പത്തുകളായി ചേർത്ത് വെക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു കാലഘട്ടം അത്രയും ഈ ഒരു മീനക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം മീനക്കൂറുകാരുടെ ദാമ്പത്യ ക്ലേശങ്ങൾ പരിഹരിക്കപ്പെടും. അതോടൊപ്പം പ്രണയിതാക്കളെ സംബന്ധിച്ചും അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച്. വാഹനാദി ലഭ്യതയും ഭവന നിർമ്മാണങ്ങൾ പുരോഗമിക്കുകയും അതോടൊപ്പം സ്ഥലം വാങ്ങുന്നതിനും കൊടുക്കുന്നതിനൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സഹോദര സൗഹൃദ ബന്ധങ്ങൾ മെച്ചപ്പെട്ടതാവും. അവരിൽ നിന്നൊക്കെ സഹായത്തിനുള്ള ഒരു കാലഘട്ടമുണ്ട്. പൂർവീകമായ സ്വത്തുവകകൾ കിട്ടുന്നതും ബുദ്ധിക്ക് ഒരു പ്രഭാവം വർദ്ധിക്കുക, ബുദ്ധി ഒന്നും കൂടി വികസിച്ചതുപോലെയൊക്കെ തോന്നുന്നതാണ്. കുറച്ചും കൂടി അധികം ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതോടൊപ്പം മനസ്സിനൊരു ധൈര്യം കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുക, നാരായണ കവച യന്ത്രം ധരിക്കുക, അതോടൊപ്പം തന്നെ ലളിതാ സഹസ്രനാമം ജപിക്കുക. ഈ വരുന്ന ജൂലൈ 17-ാം തീയതി എന്നുള്ളത് കർക്കടക മാസത്തിൽ 1-ാം തീയതിയാണ്. 30 വെള്ളിയാഴ്ചയാണ് കർക്കടകം ആരംഭിക്കുക. ആ ദിവസത്തിൽ അടുത്തുള്ള ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ അന്നേ ദിവസം ഗണപതി ഹോമം, ഭഗവതി സേവയൊക്കെ നിങ്ങൾക്ക് നടത്താൻ സാധിക്കുക. കർക്കടക മാസത്തിൽ നക്ഷത്രം വരുന്ന ദിവസം നൊയമ്പെടുക്കാൻ സാധിക്കുക. ഇത്തരത്തിൽ ഈ കർക്കടകത്തിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദോഷങ്ങളെയും അകറ്റാനുള്ള കൂട്ടത്തിൽ ഭാഗ്യങ്ങളെ ചേർത്ത് വെക്കാൻ ഇതുപോലെ ചിന്തിച്ചുകൊണ്ട് സാധിക്കണം. അതോടൊപ്പം പരിഗമന മന്ത്രശാലയിൽ എല്ലാ വർഷവും നടത്തി വരുന്ന കർക്കടക മാസത്തിലെ ഗണപതി ഹോമം, വിശേഷാൽ ഭഗവതി സേവയിൽ നിങ്ങൾക്കും പങ്കെടുക്കാനുള്ള ഒരു അവസരമുണ്ട്.
ഈ ഒരു വർഷത്തിലല്ല, കഴിഞ്ഞ വർഷം മുതലേ നമ്മൾ ആൾക്കാരെ ചേർക്കാറുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വീഡിയോയ്ക്ക് താഴെ തന്നെ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ചെയ്താൽ മതിയാവും. അവരുടെ പേരിൽ അർച്ചനയും പുഷ്പാഞ്ജലിയും ഇവിടെ നടത്തുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ഫീസൊന്നും നിങ്ങൾ ഈടാക്കുന്നില്ല. അതോടൊപ്പം തന്നെ നേരിട്ട് ബുക്ക് ചെയ്യേണ്ടവർക്ക് ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പർ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.